December 3, 1984 സെൻട്രൽ ഇന്ത്യയിലെ ഭോപ്പാൽ നഗരത്തിൽ അന്നുവരെ കാണാത്ത ചില കാഴ്ചകൾ കണ്ടുവന്നു. About 40 tons of gas leaks from the Union Carbide factory. The consequences were catastrophic. Official estimates suggest some 5,000 people died. ചുവന്ന കണ്ണുകളും അടക്കാനാകാത്ത ചുമയും ഛർദിയും കൊണ്ട് ജനങ്ങൾ ആശുപത്രി വരാന്തകളിലേക്ക് ഓടി. തങ്ങളുടെ തലമീതെ ഇതെന്താണ് വന്നിരിക്കുന്നതെന്ന് പോലും അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ജനങ്ങൾ പാനിക്കായി റോഡുകളിലൂടെ ഓടി. ജീവനുള്ളവരെക്കാൾ ജീവനില്ലാത്തവരുടെ ശരീരങ്ങളായിരുന്നു റോഡുകളിൽ കൂടുതൽ. കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി ഇവർ പോലും അറിയാതെ ഒരു വിഷവാതകം ഇവരെ കൊല്ലുന്നുണ്ടായിരുന്നു. തൊട്ടടുത്തുള്ള അമേരിക്കൻ പെസ്റ്റിസൈഡ് പ്ലാന്റ് യൂണിയൻ കാർബൈഡിൽ നിന്നും ലീക്കായതായിരുന്നു ഈ ഒരു വാതകം. ലോകത്തിലെ തന്നെ ഏറ്റവും അപകടകാരിയായ വാതകം. ഏതെങ്കിലും രീതിയിലുള്ള കെമിക്കൽ അറ്റാക്കിന് വേണ്ടി മാത്രം ഉപയോഗപ്പെടുത്തുന്ന ഈ ഒരു വാതകമെന്ന് കൊന്നത് 20,000 വരുന്ന ജനങ്ങളെയാണ്. തുടർന്ന് 5 ലക്ഷത്തിലധികം ആളുകൾ ഇതിന്റെ സൈഡ് എഫക്റ്റുമായി മുന്നോട്ട് ജീവിച്ചു. ഈ ദുരന്തം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഇൻഡസ്ട്രിയൽ ദുരന്തം മാത്രമായിരുന്നില്ല, മറിച്ച് നെഗ്ലിജൻസിന്റെയും കോസ്റ്റ് കട്ടിങ്ങിന്റെയും ഇൻജസ്റ്റിസിന്റെയും ഒരു ഇവന്റ് കൂടിയായിരുന്നു. എന്നാൽ ചോദ്യം ഇതാണ്, എങ്ങനെ ഈ ഗ്യാസ് ലീക്കേജ് നടന്നു? പ്ലാന്റുകളുടെ സേഫ്റ്റി സിസ്റ്റം എന്തുകൊണ്ട് കൃത്യസമയത്ത് വർക്ക് ചെയ്തില്ല? കൺട്രോൾ റൂമിലുണ്ടായിരുന്ന സ്റ്റാഫ് ഇങ്ങനെയൊരു ദുരന്തം നടക്കുമെന്ന് 1 മണിക്കൂർ മുൻപേ അറിഞ്ഞിട്ട് കൂടിയും എന്തുകൊണ്ട് യാതൊന്നും ചെയ്തില്ല? ഏറ്റവും പ്രധാനമായി, ഭൂമിയുടെ അത്രയധികം ആഴത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ഈ ഒരു ഗ്യാസ് എങ്ങനെ പുറത്തേക്ക് വന്നു? ആരായിരുന്നു വാസ്തവത്തിൽ ഇത്രയധികം ജനങ്ങളുടെ ജീവനെടുത്ത ഈ ഒരു ദുരന്തത്തിന്റെ യഥാർത്ഥ കാരണക്കാരൻ? അറിയാം ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ. ഭോപ്പാൽ നഗരത്തിൽ യൂണിയൻ കാർബൈഡ് എന്ന പേരിലെ അമേരിക്കൻ കമ്പനി പെസ്റ്റിസൈഡുകൾ പ്രൊഡ്യൂസ് ചെയ്തിരുന്ന കാലം. ഇവരുടെ പ്രോഡക്റ്റുകൾ സേവിൻ എന്ന പേരിലായിരുന്നു അന്ന് മാർക്കറ്റുകളിൽ ലഭിച്ചിരുന്നത്. കർഷകരുടെ പ്രൊഡക്ഷനെ നശിപ്പിക്കുന്ന വ്യത്യസ്തങ്ങളാർന്ന കീടങ്ങളെ വകവരുത്താനായിരുന്നു ഈ ഒരു പെസ്റ്റിസൈഡ് മാർക്കറ്റിൽ വന്നിട്ടുണ്ടായിരുന്നത്. വ്യത്യസ്തങ്ങളാർന്ന കെമിക്കലുകളാൽ രൂപപ്പെട്ട ഈ ഒരു പെസ്റ്റിസൈഡിലെ പ്രധാന ഇൻഗ്രീഡിയന്റ് എന്നത് മിഥൈൽ ഐസോസൈനേറ്റ് ആയിരുന്നു, ഷോർട്ട് ഫോമിൽ MIC. 1969 ഈ ഒരു കമ്പനി തുടങ്ങിയപ്പോൾ MIC അമേരിക്കയിൽ നിന്നും ഇമ്പോർട്ട് ചെയ്യുകയായിരുന്നു പതിവ്. പിന്നീട് കമ്പനി തന്നെ ഭോപ്പാലിൽ MIC പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. അതായത് ഇപ്പോൾ MIC ആദ്യം പ്രൊഡ്യൂസ് ചെയ്തതിനു ശേഷം ഈ ഒരു പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. MIC വളരെയധികം അപകടകാരിയായ ഒരു കെമിക്കലാണ്. തുടർ ഉപയോഗങ്ങൾക്കായി പ്രധാനമായും ഇവയെ ലിക്വിഡ് ഫോമിലായിരിക്കും സ്റ്റോർ ചെയ്യുക. കമ്പനി MICയെ ലിക്വിഡ് ഫോമിൽ സ്റ്റോർ ചെയ്യാനായി ഭൂമിക്കടിയിൽ തന്നെ 3 കണ്ടെയ്നറുകൾ ഇൻസ്റ്റാൾ ചെയ്തിരുന്നു. December 3, 1984 രാത്രി 12:05 തൊഴിലാളികൾക്ക് ഗ്യാസ് ലീക്കായി എന്ന് മനസ്സിലാകുന്നു. ഒട്ടും വൈകാതെ അവർ ഈ ഇൻഫർമേഷൻ കൺട്രോൾ റൂമിലേക്ക് എത്തിക്കുന്നു. കൺട്രോൾ റൂമിൽ ഇൻചാർജിലുണ്ടായിരുന്ന സ്റ്റാഫ് ഒട്ടും സമയം കളയാതെ സ്റ്റോറേജ് ടാങ്കുകളുടെ സമീപത്തേക്ക് ഓടിയെത്തുന്നു. സ്റ്റോറേജ് ടാങ്കുകൾ ഇൻസ്റ്റാൾ ചെയ്തിരുന്നത് ഭൂമിക്കടിയിലാണ്. മുകളിലായി ഒരു കോൺക്രീറ്റ് ലെയറും പ്രൊട്ടക്ഷനായി വെച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റോറേജ് ടാങ്കുകളിൽ ഘടിപ്പിച്ചിരുന്ന പൈപ്പുകളുടെ സഹായത്തോടെയാണ് MIC ഫാക്ടറികളിൽ എത്തിയിരുന്നത്. ലീക്കേജ് നടന്ന ഏതാനും മിനിറ്റുകൾക്ക് ശേഷം കൺട്രോൾ സൂപ്പർവൈസറിന് ലീക്കേജ് എവിടെ നിന്നാണ് ഉണ്ടായതെന്ന് മനസ്സിലായി. എന്നാൽ അദ്ദേഹം ഇതിനെ വളരെ കാര്യമായി എടുത്തില്ല. ടീ ബ്രേക്കിന് ശേഷം ഫിക്സ് ചെയ്യാമെന്ന് പറഞ്ഞ് തിരികെ പോയി. യൂണിയൻ കാർബൈഡിൽ ചെറുതും വലുതുമായ രീതിയിൽ ഇങ്ങനെ ലീക്കേജുകൾ പതിവായിരുന്നു. പലപ്പോഴും തൊഴിലാളികളിൽ തലവേദനയ്ക്കും ചുമയ്ക്കും ശ്വാസം മുട്ടലിനും ഈ ഒരു പ്രശ്നം കാരണമാകാറുണ്ടായിരുന്നു. കുറച്ച് സമയത്തിന് ശേഷം തൊഴിലാളികൾ വീണ്ടും കൺട്രോൾ റൂമിലേക്ക് വിളിക്കുകയാണ്. ഗ്യാസ് ലീക്കേജ് മുൻപത്തേക്കാൾ 10 മടങ്ങായി എന്ന് പറയാനാണ് അവർ വിളിച്ചത്. കൺട്രോൾ റൂമിലുണ്ടായിരുന്ന പ്രഷർ ഗേജസ് പലപ്പോഴും തെറ്റായ റീഡിംഗ്സ് ആയിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത്. സ്റ്റോറേജ് സൂപ്പർവൈസർ പ്രഷർ ഗേജസിൽ നോക്കിയപ്പോൾ പ്രഷർ അബ്നോർമൽ ആയിരുന്നു. പതിവ് പോലെ അദ്ദേഹവും കരുതിയത് മെഷീൻ തെറ്റായ റീഡിംഗ്സ് ആണ് കാണിക്കുന്നതെന്നാണ്. എന്നാൽ ഏതാനും മിനിറ്റുകൾക്കകം തന്നെ സൂചി തന്റെ മാക്സിമത്തിൽ എത്തിച്ചേർന്നു. ഇത് കണ്ട സൂപ്പർവൈസർ ഒട്ടും സമയം കളയാതെ സ്റ്റോറേജ് ടാങ്കുകളുടെ അടുത്തേക്ക് ഓടി. അദ്ദേഹത്തിന് അവിടെ കാണാൻ കഴിഞ്ഞത് കോൺക്രീറ്റുകൾ വൈബ്രേറ്റ് ചെയ്യുന്നതും പിന്നീട് പിളരുന്നതുമാണ്. കാണുന്ന ആർക്കും എളുപ്പത്തിൽ മനസ്സിലാകുന്ന ഒരു കാര്യം, സ്റ്റോറേജ് കണ്ടെയ്നറുകളിലെ പ്രഷർ വളരെയധികം കൂടിയിരിക്കുന്നു. രാത്രിയുടെ ഏകാന്തതയിൽ സൂപ്പർവൈസർ എമർജൻസി ബട്ടൺ അമർത്തി. ലീക്കായി പൈപ്പിലെത്തിയിരിക്കുന്ന MICയെ ന്യൂട്രലൈസ് ചെയ്യുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ ലക്ഷ്യം. ഇതുപോലെയുള്ള ഫാക്ടറികളിൽ പലപ്പോഴും ഇങ്ങനെ ഉണ്ടാകുന്ന ഇമർജൻസി സിറ്റുവേഷനുകളെ ഹാൻഡിൽ ചെയ്യാൻ വ്യത്യസ്തങ്ങളാർന്ന മെക്കാനിസം ഉപയോഗിക്കാറുണ്ട്. സ്റ്റേജ് 1 ഗ്യാസിനെ ന്യൂട്രലൈസ് ചെയ്യാനാണ് സൂപ്പർവൈസർ ശ്രമിച്ചത്. ഒരു പ്രത്യേക തരത്തിലുള്ള വാതകത്തിന്റെ സഹായത്തോടെ ഗ്യാസിനെ ന്യൂട്രലൈസ് ചെയ്യുക. എന്നാൽ മെഷീൻ ആ ഒരു സമയത്ത് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ആദ്യത്തെ സേഫ്റ്റി സിസ്റ്റം ഫെയിലിയർ ആണെന്ന് മനസ്സിലാക്കിയ സൂപ്പർവൈസർ രണ്ടാമത്തെ സിസ്റ്റത്തിലേക്ക് പോയി. അടുത്ത സേഫ്റ്റി സിസ്റ്റം ആയിരുന്നു ഫ്ലെയർ ടവർ. ഈ സിസ്റ്റത്തിന്റെ പ്രാഥമിക ജോലി എന്നത് ഗ്യാസ് അറ്റ്മോസ്ഫിയറിൽ പടരുന്നതിന് മുൻപ് തന്നെ ഗ്യാസിനെ കത്തിക്കുക എന്നതാണ്. എന്നാൽ കൃത്യസമയത്ത് ഫ്ലെയർ ടവറിലെ ഒരു പൈപ്പ് കാണാനില്ലായിരുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഈ പൈപ്പ് മാറ്റിയിരുന്നു. എന്നാൽ ആരും ഇതിനെ റീപ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഫ്ലെയർ ടവറും ഫെയിലിയറായി. പതിയെ ചിമ്നിയിലൂടെ വിഷവാതകം അറ്റ്മോസ്ഫിയറിൽ പടർന്നു. ഈ ഒരു പോയിന്റിൽ സൂപ്പർവൈസറോ തൊഴിലാളികളോ
ആർക്കും ഒന്നും തന്നെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരും നിസ്സഹായരായിരുന്നു. രാത്രി 1 മണിയോടുകൂടി ഫാക്ടറിയിൽ ഇവാക്യുവേഷൻ അനൗൺസ്മെന്റ് നടത്തുകയും ഇമർജൻസി ബസർ പ്രസ് ചെയ്യുകയും ചെയ്തു. തുടർ പ്രക്രിയയായി നടന്ന ഏറ്റവും വലിയ പ്രശ്നം നോർത്തിൽ നിന്നും വീശുന്ന കാറ്റായിരുന്നു. ചിമ്നിയിൽ നിന്നും അറ്റ്മോസ്ഫിയറിൽ കലർന്നിരുന്ന വിഷവാതകത്തെ നോർത്തിൽ നിന്നും വീശിയ കാറ്റ് സൗത്തിലേക്ക് കൊണ്ടുവന്നു. ഗൂഗിൾ എർത്തിലൂടെ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകും. ഭോപ്പാലിലെ തന്നെ ഏറ്റവും ജനസാന്ദ്രത കൂടിയ പ്രദേശം കൂടിയായിരുന്നു ഇത്. MIC ഭാരമേറിയൊരു വാതകമായിരുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഭൂമിയുമായി കോണ്ടാക്റ്റിലെത്താൻ ഇതിന് കഴിഞ്ഞു. അങ്ങനെ വാതകം മുഴുവൻ നഗരത്തിലും വ്യാപിച്ചു. ജനങ്ങൾ എത്ര വേഗത്തിലാണോ MIC ശ്വസിച്ചത് അത്രയും വേഗത്തിൽ അവർ സിംറ്റംസ് കാണിച്ചു തുടങ്ങി. കണ്ണുകൾ ചുമന്നു തുടങ്ങിയിരുന്നു. നിർത്താനാകാത്ത ചുമയും ഛർദിയും. തങ്ങൾ ശ്വസിക്കുന്നത് ഒരു വിഷവാതകമാണെന്നറിയാതെ ആ പാവപ്പെട്ട ജനക്കൂട്ടം പാനിക്കായി. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങി. എത്രത്തോളം അവർ ഓടുന്നുവോ അത്രത്തോളം ശ്വാസം അവരുള്ളിലേക്ക് വലിച്ചു. അറിഞ്ഞോ അറിയാതെയോ അവരുടെ ഓരോ പ്രവർത്തനങ്ങളും അവരെ മരണത്തിലേക്ക് നയിക്കുകയായിരുന്നു. മറുവശത്ത് ഫാക്ടറിയിൽ സൂപ്പർവൈസർ അവസാനത്തെ സേഫ്റ്റി മെഷർമെന്റും ആക്ടിവേറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നു. ഹോസ് പൈപ്പിന്റെ സഹായത്തോടെ ചിമ്നിയിലേക്ക് വാട്ടർ സ്പ്രേ ചെയ്യുക, അങ്ങനെ വിഷവാതകത്തെ ന്യൂട്രലൈസ് ചെയ്യുക. ദൗർഭാഗ്യവശാൽ കഴിഞ്ഞ 2 പ്രവർത്തനങ്ങളെ പോലെ ഇതും ഫെയിലിയർ ആയിരുന്നു. ചിമ്നിയിലേക്ക് വാട്ടർ സ്പ്രേ ചെയ്യാനും മാത്രം നീട്ടമുണ്ടായിരുന്നില്ല അവിടെ ഉണ്ടായിരുന്ന പൈപ്പുകൾക്ക്. വിഷവാതകത്തെ ന്യൂട്രലൈസ് ചെയ്യാനുള്ള 3ാമത്തെയും അവസാനത്തെയുമായ ടെക്നിക്കും ഫെയിലിയറായി മാറി. ഏതാനും മിനിറ്റുകൾ കൊണ്ട് വിഷവാതകം 8 കിലോമീറ്ററോളം വ്യാപിച്ചിരുന്നു. ആശുപത്രികളിൽ ഒരേ സിംറ്റംസ് ഉള്ള വ്യത്യസ്തങ്ങളാർന്ന രോഗികൾ വന്നു ചേർന്നിരുന്നു. ഇവരെ നോക്കാനുള്ള ബെഡുകളോ സ്റ്റാഫുകളോ അന്ന് ആശുപത്രിയിൽ ഉണ്ടായിരുന്നില്ല. പതിയെ രോഗികളുടെ എണ്ണം കൂടി വന്നു. ഡോക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതിയ മെഡിക്കൽ കണ്ടീഷൻ ആയിരുന്നു. ഡോക്ടേഴ്സിന്റെ ആരോഗ്യവും വളരെ പതിയെ നശിക്കാൻ തുടങ്ങി. ഭോപ്പാൽ ഒരു ഇമർജൻസി സിറ്റുവേഷനിൽ അകപ്പെട്ടു. As the gas cloud condenses, it sinks to ground level. രാത്രി 3 മണിയോടടുപ്പിച്ച് മൃതശരീരങ്ങളുടെ എണ്ണം കൂടി വന്നു. ജീവനുള്ളവരെക്കാൾ ജീവനില്ലാത്തവരുടെ ശരീരങ്ങളായിരുന്നു ഭോപ്പാൽ നിറയെ. ആ ഒരു രാത്രിയിൽ ഏകദേശം 3000 വരുന്ന ആളുകളാണ് മരണപ്പെട്ടത്. ലക്ഷക്കണക്കിന് ആളുകൾ ഇതിന്റെ സൈഡ് എഫക്റ്റുമായി ജീവിച്ചു. മറുവശത്ത് ഫാക്ടറി വർക്കേഴ്സ് എയർ ടൈറ്റ് കൺട്രോൾ റൂമിലായിരുന്നതുകൊണ്ട് തന്നെ ഈ ഒരു വാതകം അവരെ എഫക്റ്റ് ചെയ്തില്ല. എന്നാൽ രാവിലെ അവർ കണ്ട കാഴ്ച അന്ന് വരെ കണ്ട ഭോപ്പാലിൻ്റെതായിരുന്നില്ല. ഒരു സമയം വരെ ജനങ്ങളാൽ തിങ്ങി നിറഞ്ഞിരുന്ന പാതകളിൽ ഇപ്പോൾ മനുഷ്യരാരും തന്നെയില്ല. നാലുപാടും മനുഷ്യരുടെ മൃഗങ്ങളുടെയും മൃതശരീരങ്ങൾ മാത്രം. ഭോപ്പാലിൽ നടന്ന ഈ ഒരു വാതക ദുരന്തം അങ്ങനെ കാട്ടുതീ പോലെ പടർന്നു. രാജ്യത്ത് മാത്രമല്ല മറിച്ച് രാജ്യത്തിന് പുറത്തും ഈ വിഷയത്തെപ്പറ്റി ചർച്ചകൾ നടക്കാൻ തുടങ്ങി. ദുരന്തം നടന്ന രാത്രിയിൽ തന്നെ ഏകദേശം 3000-ൽ പരം ആളുകൾ മരണപ്പെട്ടു. പിന്നീട് അങ്ങോട്ട് ഏകദേശം 22,000-ലധികം ആളുകളാണ് മരണപ്പെട്ടത്. 5 ലക്ഷത്തിലധികം ആളുകൾ ഇതിന്റെ സൈഡ് എഫക്റ്റുമായി മുന്നോട്ട് നീങ്ങി. അപ്പോഴും എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്ന ചോദ്യം അത് തന്നെയായിരുന്നു. എങ്ങനെയാണ് ഇത്രയും വലിയൊരു വിഷവാതകം ലീക്കായത്? പ്രാഥമിക അന്വേഷണങ്ങളിൽ നിന്നും ഒരു കാര്യം മനസ്സിലായി. യൂണിയൻ കാർബൈഡിന്റെ അണ്ടർഗ്രൗണ്ടിൽ 3 അണ്ടർഗ്രൗണ്ട് സ്റ്റോറേജ് സിസ്റ്റം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇതിലൊന്നിന്റെ പേരായിരുന്നു E610. കമ്പനി മാനുവൽസ് പ്രകാരം ഈ സ്റ്റോറേജ് സിസ്റ്റത്തിൽ പകുതി മാത്രമേ MIC നിറയ്ക്കാൻ പാടുള്ളൂ. എന്നാൽ മാനുവൽസിനെ ലംഘിച്ച് ഇതിൽ ഏകദേശം 75%-ലധികം MIC ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത്. E610-ൽ ആ ഒരു സമയത്ത് ഏകദേശം 30 ടൺ മാത്രമേ MIC ഉണ്ടാകാൻ പാടുള്ളൂ. പക്ഷേ 42 ടൺ ആയിരുന്നു അന്നുണ്ടായിരുന്നത്. ഇതേ ഓവർ ബർഡൻ പ്രോബ്ലം തന്നെയായിരുന്നു മറ്റ് സ്റ്റോറേജ് സിസ്റ്റത്തിലും ഉണ്ടായിരുന്നത്. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യാൻ ഒരു ദിവസം അവർക്ക് ഇത്രയധികം MICയുടെ ആവശ്യമില്ല. എന്നാൽ അവർ തങ്ങൾക്ക് വേണ്ടതിനേക്കാൾ കൂടുതൽ MIC ആയിരുന്നു അക്കാലങ്ങളിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതോറിറ്റി വളരെ വലിയൊരു ക്രൈസിസിലായിരുന്നു ഈ ഒരു സമയത്ത്. അവശേഷിക്കുന്ന MIC എങ്ങനെയെങ്കിലും ഉപയോഗിക്കണം. അത് മാനുഫാക്ചർ ചെയ്ത് സിവൻ പ്രൊഡ്യൂസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഭോപ്പാൽ സേഫ് ആവുകയുള്ളൂ. ഇപ്പറഞ്ഞ പ്രക്രിയകളെല്ലാം ചെയ്യാൻ വീണ്ടും ഫാക്ടറി റീഓപ്പൺ ചെയ്യേണ്ടതുണ്ട്. അതാണ് ഇവിടെ ഏറ്റവും വലിയൊരു പ്രശ്നം. ഇവിടെയും പ്രശ്നം പഴയത് തന്നെയായിരുന്നു. കേടായ പൈപ്പുകളും തെറ്റായ റീഡിങ്സും. ഏതെങ്കിലും രീതിയിൽ ഒരു തെറ്റ് സംഭവിച്ചാൽ ഭോപ്പാൽ പിന്നെ ഭൂപടത്തിലുണ്ടാകില്ല. ഫാക്ടറി റീഓപ്പൺ ചെയ്യാൻ പോകുന്നു എന്ന വാർത്ത കേട്ടപ്പോൾ തന്നെ ജനങ്ങളെല്ലാം ഭോപ്പാൽ വിട്ടു തുടങ്ങി. ഏതെങ്കിലും രീതിയിൽ MIC ലീക്ക് ആവുകയാണെങ്കിൽ MICയെ ന്യൂട്രലൈസ് ചെയ്യാനുള്ള എല്ലാ വിധത്തിലുമുള്ള സേഫ്റ്റി മെഷേഴ്സ് എടുത്തതിന് ശേഷം മാത്രമായിരുന്നു ഫാക്ടറി റീഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നത്. റീഓപ്പൺ ചെയ്തതിന് ശേഷം ഫാക്ടറിയിൽ നിന്നും പേടിച്ചതുപോലെ ഗ്യാസ് ലീക്കേജ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ 7 ദിവസത്തെ തുടർ പ്രക്രിയയായി ഫാക്ടറിയിൽ നിന്നും സ്റ്റോർ ചെയ്യപ്പെട്ട എല്ലാ MICയും കൃത്യമായി ഉപയോഗിച്ചു. യൂണിയൻ കാർബൈഡ് അങ്ങനെ MICയിൽ നിന്നും മോചിതമായിരിക്കുന്നു. ഭോപ്പാലിൽ നിന്നും ഭയന്നു മാറിയ ജനങ്ങൾ വീണ്ടും ഭോപ്പാലിലേക്ക് തിരിച്ചു വരുന്നു. എല്ലാം പഴയ സ്ഥിതിയിലേക്ക് മാറുമ്പോഴും ആളുകളുടെ മനസ്സിൽ ഒരൊറ്റ ചോദ്യമായിരുന്നു: എങ്ങനെയാണ് വാസ്തവത്തിൽ ഈ ഒരു സംഭവം നടന്നത്? എന്ത് കാരണത്താലാണ് ഗ്യാസ് ലീക്കായത്? MIC സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരുന്ന ടാങ്കുകൾക്ക് യാതൊരുവിധ പ്രശ്നവും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ ടാങ്കുകളിലെ സേഫ്റ്റി വാൾവായിരുന്നു കംപ്ലൈൻ്റ് ആയിട്ടുണ്ടായിരുന്നത്. MICയും വാട്ടറും മിക്സ് ആകാൻ പാടില്ല. അങ്ങനെ മിക്സ് ആയാൽ അതിൽ രാസപ്രവർത്തനങ്ങൾ നടക്കും. MIC വെള്ളവുമായി കോണ്ടാക്റ്റിൽ വന്ന ഉടനെ തന്നെ തിളയ്ക്കുകയും ചൂടാവുകയും ചെയ്യും. പക്ഷേ ആ ദിനങ്ങളിൽ തന്നെ
കണ്ടെയ്നറുകൾ വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ രാത്രിയിൽ സേഫ്റ്റി വാൾവുകൾ കംപ്ലൈന്റ് ആയിരുന്നതുകൊണ്ട് തന്നെ കണ്ടെയ്നറുകളുടെ ഉള്ളിലേക്ക് ജലം പ്രവേശിച്ചു. ഏതെങ്കിലും കാരണവശാൽ കണ്ടെയ്നറുകളുടെ ഉള്ളിലേക്ക് ജലം പ്രവേശിക്കാതിരിക്കുവാൻ വേണ്ടി കമ്പനി രണ്ടാമത്തെ ഒരു സ്റ്റെപ്പ് കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടെയ്നറുകളുടെ ഉള്ളിൽ പകുതി MICയും പകുതി നൈട്രജൻ ഗ്യാസുമായിരിക്കും സ്റ്റോർ ചെയ്യുക. ഏതെങ്കിലും കാരണവശാൽ ജലം ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ് എങ്കിൽ നൈട്രജൻ ഗ്യാസ് അതിനെ തള്ളി പുറത്തേക്ക് വിടും. പക്ഷേ ആ രാത്രിയിൽ ഇപ്പറഞ്ഞ കണ്ടെയ്നറുകളിലൊന്നും തന്നെ നൈട്രജൻ ഗ്യാസ് സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നതാണ് സത്യം. റിപ്പോർട്ടുകൾ പരിശോധിച്ച അന്വേഷണ സംഘം വാസ്തവത്തിൽ ഞെട്ടിത്തരിച്ചാണ് നിന്നത്. കഴിഞ്ഞ 20 ദിവസമായി നൈട്രജന്റെ പ്രഷറിനെ പറ്റി ആരും ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇവിടെ വളരെ വ്യക്തമായി നെഗ്ലിജൻസും കോസ്റ്റ് കട്ടിങ്ങും നമുക്ക് കാണാൻ കഴിയും. 1984 കമ്പനി തുടങ്ങുമ്പോൾ ഭോപ്പാലിൽ ഫാക്ടറി തുടർന്ന് പ്രവർത്തിക്കാനായി ഇവർ $1.2 മില്യൺ കോസ്റ്റ് കട്ടിംഗ് ആണ് നടത്തിയത്. ഈ കാരണങ്ങൾ കൊണ്ടെല്ലാം തന്നെയായിരുന്നു വാസ്തവത്തിൽ ഈ ഒരു സംഭവം നടന്നത്. ഏതെല്ലാം മെഷീൻസ് ആണോ ഇതുപോലെയുള്ള വാതകങ്ങളെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗപ്പെടുത്തേണ്ടിയിരുന്നത് അവയെല്ലാം വാസ്തവത്തിൽ വർക്കിംഗ് കണ്ടീഷനിലായിരുന്നില്ല. 1981നും 84നും ഇടയിലായി കമ്പനിക്ക് വ്യത്യസ്തങ്ങളാർന്ന വാർണിംഗുകൾ ലഭിച്ചതാണ്. കൂടാതെ ഒരു ഫാക്ടറി വർക്കർ ഈ ഗ്യാസ് ലീക്കേജ് മൂലം മരണപ്പെട്ടതുമാണ്. എങ്കിൽ കൂടിയും കമ്പനി യാതൊന്നും ചെയ്തില്ല ജനങ്ങളുടെ സുരക്ഷയ്ക്കായി. നെഗ്ലിജൻസും കോസ്റ്റ് കട്ടിങ്ങും മൂലം 40 വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഈ ഒരു ഇൻഡസ്ട്രിയൽ ഡിസാസ്റ്റർ ഭോപ്പാലിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പേടി സ്വപ്നം തന്നെയാണ്. സംഭവം നടന്നിട്ട് ഇത്രയായിട്ട് പോലും സർവൈവ് ചെയ്ത ജനങ്ങൾ ഇതിന്റെ പരിണിത ഫലവുമായി ഇന്നും ജീവിക്കുകയാണ്. ഇന്നും ഇതേ ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് ഭോപ്പാലിൽ ഈ ഒരു ഫാക്ടറി കാണുവാൻ കഴിയും. ഈ ഒരു വിഷയത്തെപ്പറ്റി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? കമന്റുകളായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത നോട്ടിഫിക്കേഷൻ ബെൽ ഓളിൽ എനേബിൾ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ കൂട്ടുകാരുമായി വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതുവരേക്കും എന്നതേപോലെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഗുഡ് ബൈ.